പ്രഭാതത്തിലെ രണ്ടാം പ്രഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. പുരഞ്ജനോപാഖ്യാനം പാർക്കുട്ടി അമ്മ രാവിലെ നമുക്ക് തുടങ്ങി വെച്ചു. അതിൻ്റെ ആ കഥയുടെ അന്ത്യമായിട്ടുള്ള 28ാമത്തെ അധ്യായം, അങ്ങനെയുള്ള ആ പുരഞ്ജനോപാഖ്യാനത്തെ അധികരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത് രാധാമണി അമ്മ, തിരുവനന്തപുരം. ഏറെക്കാലമായിക്കൊണ്ട് നമ്മുടെ ഭാഗവത കുടുംബത്തിൽ എന്ത് സത്സംഗങ്ങളുണ്ടെങ്കിലും അതിൽ പങ്കെടുക്കും. എവിടെയൊക്കെ സത്സംഗങ്ങളുണ്ടോ അതിലൊക്കെ വായിക്കാനും അതുപോലെ തന്നെ കീർത്തനം പാടാനും ഒക്കെ ആയിട്ട് അമ്മ തയ്യാറായിട്ട് ഇപ്പോഴും ആ ഭാഗവതോപാസനയിലൂടെ കഴിഞ്ഞുകൂടുന്നു. അമ്മയെ നമുക്ക് എല്ലാവിധ ആചാര്യ മര്യാദകളോടും കൂടി പാദങ്ങൾ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ശ്രാദ്ധ ദിനത്തോട് എല്ലാ വർഷവും നടത്തി വരുന്നതായിട്ടുള്ള ഈ വർഷത്തെ നവാഹയജ്ഞത്തിലെ 3-ാം ദിവസത്തെ 2ാമത്തെ പ്രഭാഷണത്തിനായിട്ട് സവിനയം സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഉദൈ മഹഭ്യൈ മാ പുരോ വിഭോ നിർമായ ശേദേതമശുപൂരുഷഃ പുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. പുരഞ്ജനോപാഖ്യാനം എന്ന വിഷയമാണ് എനിക്ക് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു ദിവസം നാരദ മഹർഷി പ്രാചീനവർഗസിന്റെ അരമനയിലേക്ക് വന്നു. രാജാവ് അദ്ദേഹത്തെ ഭക്ത്യാദരങ്ങളോടെ പൂജിച്ച് സൽക്കരിച്ചു. നാരദ മഹർഷി രാജാവിനോട് ചോദിച്ചു, രാജാവേ, അങ്ങ് കുറേയധികം കാലമായില്ലേ പലവിധ വൈദിക കർമ്മങ്ങളും ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ശ്രേയസ്സാണ് പ്രതീക്ഷിക്കുന്നത്? ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയുമാണ് ശ്രേയസ്. ഇവ രണ്ടും കർമ്മം കൊണ്ട് കിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലയോ മഹാത്മാവായ മഹർഷി, കർമ്മവാസനകളെ കൊണ്ട് എൻ്റെ ബുദ്ധി ദുഷിച്ചിരിക്കുന്നു. അതിനാൽ എന്താണ് ശ്രേയസ് എന്നെനിക്ക് അറിയാൻ കഴിയുന്നില്ല. കർമ്മം കൊണ്ട് ശ്രേയസ് ഉണ്ടാവില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങ് എനിക്ക് നിർമ്മലമായ ജ്ഞാനം ഉപദേശിച്ചു തരുവാൻ ദയ ചെയ്യണം. അതുകൊണ്ട് കർമ്മബന്ധത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമല്ലോ. കപടതന്ത്രങ്ങളോടുകൂടിയ ഗൃഹസ്ഥ ജീവിതത്തിൽ മക്കൾ, ഭാര്യ, ധനം എന്നിവയിൽ നിന്നും സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്ന എന്നെ പോലെയുള്ളവർക്ക് ഒരിക്കലും ശ്രേയസ്കരമായ മുക്തിയെ പ്രാപിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ബോധ്യം വന്നിരിക്കുന്നു. നിർദ്ദയനായ അങ്ങ് കൊന്ന മൃഗങ്ങൾ മരിച്ച് പരലോകത്തേക്ക് പോകുന്ന അങ്ങയെ കുത്തിക്കീറാനും കടിച്ചു പൊളിക്കാനും അവസരം കാത്തിരിക്കുകയാണ്. രാജാവിന് നാരദ മഹർഷിയുടെ യോഗപ്രഭാവത്താൽ ആകാശത്തിൽ കോപം കൊണ്ട് തന്നെ ദഹിപ്പിക്കാൻ വിധത്തിൽ നോക്കി നിൽക്കുന്ന മൃഗങ്ങളെ രാജാവ് കണ്ടു. തന്നെ ജ്ഞാനോപദേശം കൊണ്ട് രക്ഷിക്കണമെന്ന് അദ്ദേഹം നാരദ മഹർഷിയോട് അപേക്ഷിച്ചു. നാരദ മഹർഷി പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയ്ക്ക് പുരഞ്ജനോപാഖ്യാനം എന്ന കഥ പറഞ്ഞു തരാം. പണ്ട് പുരഞ്ജനൻ എന്ന പേരിൽ ഒരു കീർത്തിമാനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു സ്നേഹിതനും ഉണ്ടായിരുന്നു. രാജാവ് തനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു കൊട്ടാരം അന്വേഷിച്ച് ഭൂമിയിൽ പലയിടത്തും ചുറ്റി നടന്നു. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ പുരഞ്ജനൻ ഹിമവാന്റെ തെക്കേ താഴ്വര പ്രദേശത്ത് ലക്ഷണങ്ങളെല്ലാം തികഞ്ഞ ഒരു അരമന കണ്ടു. അതിന് 9 ഗോപുരങ്ങൾ ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിന് സമീപത്തായി അതിമനോഹരമായ ഒരു ഉപവനം ഉണ്ടായിരുന്നു. പുഷ്പഗന്ധത്തെ വഹിക്കുന്ന മന്ദമാരുതൻ അവിടെ കുളിർമ നൽകൊണ്ട് വീശുന്നുണ്ടായിരുന്നു. അവിടെ അതിമനോഹരമായ ഉദ്യാനത്തിൽ എത്തിച്ചേർന്ന പുരഞ്ജനൻ അതിസുന്ദരിയായ ഒരു കന്യകയെ കണ്ടു. അവളോടൊന്നിച്ച് 100 ദാസിമാരും 10 ഭൃത്യന്മാരും ഉണ്ടായിരുന്നു. 5 തലയുള്ള ഒരു സർപ്പം എപ്പോഴും അവളെ രക്ഷിച്ചുകൊണ്ടിരുന്നു. ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിവുള്ളവളായിരുന്നു ആ സുന്ദരി. തനിക്ക് അനുരൂപനായ ഒരു വരനെ അന്വേഷിച്ച് സഞ്ചരിക്കുന്നവളായിരുന്നു. ലജ്ഞകലർന്ന പുഞ്ചിരിയോടും അനുരാഗത്തെ സൂചിപ്പിക്കുന്ന കടാക്ഷങ്ങളോടും കൂടി അവളെ
എവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്? എൻ്റെ പേര് പുരഞ്ജനി എന്നാണ്. അങ്ങയുടെ അഭിലാഷങ്ങളെല്ലാം ഞാൻ എൻ്റെ പരിവാരങ്ങളോടുകൂടി സാധിപ്പിച്ചു തരാം. അങ്ങ് എന്നെ അങ്ങയുടെ പത്നിയായി സ്വീകരിച്ചാലും. പുരഞ്ജനി ഇങ്ങനെ പറഞ്ഞപ്പോൾ പുരഞ്ജനൻ അവളെ വിവാഹം ചെയ്തു. ആ ദമ്പതികൾ കൊട്ടാരത്തിൽ സുഖമായി താമസിച്ചു. ആ കൊട്ടാരത്തിന് മുകളിൽ 7 താഴെ 2 9 ഗോപുരങ്ങളുണ്ട്. ജഗന്നാഥന് പുറത്തേക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് പോകാനുള്ളതാണ് ഗോപുരങ്ങൾ. കിഴക്ക് ഭാഗത്ത് 5ഉം വടക്കും തെക്കും ഓരോന്നും, പടിഞ്ഞാറ് 2ഉം. ഇങ്ങനെയാണ് ഗോപുരങ്ങളുടെ സ്ഥിതി. കർമ്മങ്ങളിൽ ആസക്തനും കാമവിവശനുമായ പുരഞ്ജനൻ ഭാര്യ എന്താഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു. ഭാര്യ ആഹാരം കഴിക്കുമ്പോൾ പുരഞ്ജനനും കഴിക്കും. ഭാര്യ പാടുമ്പോൾ അതനുസരിച്ച് പാടും. കരയുമ്പോൾ കൂടെ കരയും. ചിരിക്കുമ്പോൾ ചിരിക്കും. സംസാരിക്കുമ്പോൾ സംസാരിക്കും. പുരഞ്ജനി ഓടുമ്പോൾ പുരഞ്ജനനും ഓടും. അവൾ നിൽക്കുമ്പോൾ നിൽക്കും. അവൾ ഉറങ്ങുമ്പോൾ പുരഞ്ജനി ഉറങ്ങും. പുരഞ്ജനി ഇരിക്കുമ്പോൾ പുരഞ്ജനനും ഇരിക്കും. ഇങ്ങനെ എന്ത് വേണോ പുരഞ്ജനി ചെയ്യുന്നത് അതൊക്കെ പുരഞ്ജനനും ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ പത്നിയാൽ വഞ്ചിതനായ പുരഞ്ജനൻ തനിക്ക് ഇഷ്ടമില്ലെങ്കിലും ഒരു കളിക്കാരനെ പോലെ പുരഞ്ജനി ചെയ്യുന്നതെല്ലാം അനുകരിച്ച് ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പുരഞ്ജനിയോട് പറയാതെ അദ്ദേഹം നായാട്ടിനായി വനത്തിലേക്ക് പോയി. കുറെ സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നായാട്ടിൽ ക്ഷീണം തോന്നി. വിശപ്പും ദാഹവും സഹിക്കവയ്യാതായപ്പോൾ അദ്ദേഹം അരമനയിലേക്ക് തിരിച്ചു വന്നു. പുരഞ്ജനിയെ അന്വേഷിച്ച് അവിടെ എങ്ങും കണ്ടില്ല. എന്റെ ഭാര്യ ഇന്ന് എവിടെ പോയി? രാജാവേ, അങ്ങയുടെ പ്രിയപത്നി വിരിപ്പ് പോലും ഇല്ലാതെ വെറും നിലത്ത് കിടന്നുറങ്ങുന്നു എന്ന് പുരഞ്ജനിയുടെ തോഴിമാർ പറഞ്ഞു. പുരഞ്ജനിയുടെ കിടപ്പ് കണ്ട് വല്ലാതെ ദുഃഖിതനായി രാജാവ്. അവൾ ദുഃഖിതയായി കിടക്കുന്നു. അവളോടുള്ള സ്നേഹത്താൽ അദ്ദേഹത്തിന്റെ ജ്ഞാനം നഷ്ടപ്പെട്ടു. അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ച പുരഞ്ജനൻ അവളുടെ പ്രണയകോപത്തിനുള്ള കാരണം അറിഞ്ഞില്ല. പുരഞ്ജനൻ സാവധാനത്തിൽ നല്ല വാക്കുകൾ പറഞ്ഞ് അന്വയിപ്പിക്കാൻ തുടങ്ങി. നിന്നെ കൂടാതെ ഞാൻ നായാട്ടിന് പോയത് വലിയൊരു തെറ്റ് തന്നെ. അപരാധം നീ സദയം ക്ഷമിക്കണം. നിനക്ക് അടിമപ്പെട്ടവനായ എന്നോട് സന്തോഷിച്ചാലും. പുരഞ്ജനനെ തന്റെ ശൃംഗാര ചേഷ്ടകളെ വശത്താക്കി അദ്ദേഹവും ഒന്നിച്ച് സുഖമായി താമസിച്ചു. അവളുടെ സരസസല്ലാപങ്ങളിലും ആലിംഗനത്തിലും മയങ്ങിക്കഴിഞ്ഞ പുരഞ്ജനൻ രാവും പകലും തിരിച്ചറിയാതെ വളരെ കാലം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. പുരഞ്ജനിയിൽ ആസക്തനായി അവൾ ഒന്നിച്ച് പല വിനോദങ്ങളിലും ഒഴുകി ജീവിച്ച അദ്ദേഹത്തിന്റെ യൗവനപ്രായം അരനിമിഷം പോലെ കഴിഞ്ഞുപോയി. പുരഞ്ജനന് തന്റെ പത്നിയിൽ 1100 പുത്രന്മാരും 110 പുത്രിമാരും ഉണ്ടായി. കുടുംബപരിപാലനത്തിൽ ആസക്തനായി ജീവിച്ചു വന്ന പുരഞ്ജനന് വാർദ്ധക്യം പിടിപെട്ടു. ചണ്ഡവേഗൻ എന്നൊരു ഗന്ധർവ രാജാവ് അദ്ദേഹത്തിനോട് യുദ്ധത്തിന് വന്നു. 360 ഗന്ധർവ സ്ത്രീകൾ അദ്ദേഹത്തെ ആക്രമിച്ചു. ഗന്ധർവ സ്ത്രീകളിൽ 180 പേർ വെളുത്തവരും 180 പേർ കറുത്തവരുമായിരുന്നു. ഗന്ധർവന്മാരും ഗന്ധർവ സ്ത്രീകളും മാറി മാറി പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചു. 5 തലയുള്ള പ്രജാകരൻ എന്ന സർപ്പം ഒറ്റയ്ക്ക് ഗന്ധർവ സൈന്യത്തെ തടുത്തു. 100 വർഷം ഗന്ധർവന്മാരോടും ഗന്ധർവ സ്ത്രീകളോടും എതിർത്ത് നിന്നതിനാൽ ആ സർപ്പം തളർന്നുപോയി. കാലന്റെ മകളായി ഒരു കന്യക ഉണ്ടായിരുന്നു. അവൾ 3 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അന്വേഷിച്ചിട്ടും ആരും അവളെ വരിക്കാൻ തയ്യാറായില്ല. അവളുടെ പേര് ദുർഭഗ എന്നായിരുന്നു. ഗുരു മാത്രമാണ് പണ്ടൊരിക്കൽ അവളെ സ്വീകരിച്ചത്. അതിനാൽ സന്തോഷിച്ച് അവൾ അദ്ദേഹത്തിന് ചക്രവർത്തി പദം ദാനം ചെയ്തു. ലോകങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അവൾ ശ്രീനാരദ മുനിയോട് തന്നെ ഭാര്യയായി സ്വീകരിക്കാൻ അപേക്ഷിച്ചു. ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്ന് അവൾക്കറിയാം. എന്നിട്ടും എന്നെ വരിക്കാൻ വന്നു. ഞാൻ വഴങ്ങാത്തതിനാൽ അവൾ എന്നെ ശപിച്ചു. എന്റെ അപേക്ഷ അംഗീകരിക്കാതിരിക്കുന്ന അങ്ങയ്ക്ക് ഒരു ദിക്കിലും സ്ഥിരവാസം ഇല്ലാതായി പോകട്ടെ. നാരദ മഹർഷി ഉപദേശിച്ചതനുസരിച്ച് അവൾ ഭയൻ എന്ന യവന രാജാവിനെ സമീപിച്ചു. യവനന്മാരിൽ ഉത്കൃഷ്ടനായ അങ്ങയെ എന്റെ ഭർത്താവായിട്ട് വരിക്കുന്നു. അങ്ങയെ സമീപിക്കുന്നവരുടെ ആഗ്രഹം ഒരിക്കലും പാഴായി തീരാറില്ല. അതുകൊണ്ട് അങ്ങ് എന്നെ സ്വീകരിക്കണം. കാലകന്യയുടെ അപേക്ഷ കേട്ട് യവനരാജാവ് ദേവകാര്യം സാധിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ച് മന്ദസ്മിതത്തോടെ പറഞ്ഞു. എന്റെ യോഗദൃഷ്ടിയിലൂടെ നിനക്ക് അനുരൂപനായ ഭർത്താവിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അമംഗളരൂപിണിയായ നിന്നെ ആരും ഇഷ്ടപ്പെടില്ല.
നീ ആർക്കും അറിയാൻ കഴിയാത്തവളായി പ്രാരബ്ധകർമ്മത്താൽ നിർമ്മിക്കപ്പെട്ട ഈ ലോകത്തിലെ ജീവന്മാരെ അവരുടെ സമ്മതം നോക്കാതെ തന്നെ ഭരിച്ചുകൊള്ളുക. എന്റെ സൈന്യത്തോട് ഒന്നിച്ചു പോയി പ്രജാനാശം ചെയ്യുക. അദ്ദേഹം എന്റെ ജ്യേഷ്ഠനാണ്, പ്രജ്വാരൻ എന്നാണ് പേര്. നീ എന്റെ അനുജത്തിയായി ഇരുന്നു കൊള്ളുക. നിങ്ങൾ രണ്ടുപേരോടും രണ്ട് വലിയ സൈന്യത്തോടും ഒന്നിച്ച് ഞാൻ ആർക്കും അറിയാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. യവന രാജാവായ ഭയൻ വലിയ സൈന്യത്തോടും പ്രജ്വാരനോടും കാലകന്യയോടും ഒന്നിച്ച് ഭൂമിയിൽ സഞ്ചരിച്ചിരുന്നു. അദ്ദേഹം ഒരു ദിവസം പുരഞ്ജനന്റെ കൊട്ടാരത്തെ ആക്രമിച്ചു. ആ കൊട്ടാരം പ്രാപഞ്ച്യ സുഖങ്ങളെല്ലാം തികഞ്ഞതായിരുന്നു. പക്ഷെ അതിനെ രക്ഷിച്ചിരുന്ന സർപ്പം വൃദ്ധനായി കഴിഞ്ഞിരിക്കുന്നു. കാലകന്യകയും പുരഞ്ജനന്റെ കൊട്ടാരത്തിൽ ബലാൽ പ്രവേശിച്ച് തകർക്കാൻ ആരംഭിച്ചു. യവന സൈന്യം ആക്രമിച്ചുകൊണ്ടിരിക്കെ അതിൽ എന്റേത് എന്നഭിമാനിച്ചിരുന്ന പുരഞ്ജനൻ പലവിധ കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ തുടങ്ങി. കാലകന്യക ഭരിച്ചതോടെ ഓർമ്മ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഐശ്വര്യം മുഴുവൻ ഗന്ധർവന്മാരും യവന സൈന്യങ്ങളും അപഹരിച്ചു. പുത്രന്മാർ, പൗത്രന്മാർ, മന്ത്രിമാർ, അനുചരന്മാർ ഇവരാരും അദ്ദേഹത്തെ ആദരിക്കാതായി. ഭാര്യയ്ക്കും സ്നേഹമില്ലാതായി. ഗന്ധർവന്മാരും യവനന്മാരും ആക്രമിച്ച് കീഴടക്കിയതും കാലകന്യക താറുമാറാക്കിയതുമായ ആ കൊട്ടാരം വിട്ടുപോകാൻ തന്നെ പുരഞ്ജനൻ ഒരുങ്ങി. യവനലോകത്തിൽ വളരെ കാലം പലവിധ ശിക്ഷകളും അനുഭവിച്ചു കഴിയേണ്ടി വന്നു. പിന്നീട് പുരഞ്ജനൻ മരിച്ചു. സദാസമയവും സ്ത്രീയെ തന്നെ ചിന്തിച്ചതിന്റെ ഫലമായി അടുത്ത ജന്മത്തിൽ വിദർഭ രാജാവിന്റെ മകളായി ജനിച്ചു. യൗവനയുക്തയായി തീർന്ന സമയത്ത് അച്ഛൻ സ്വയംവരം നിശ്ചയിച്ചു. സ്വയംവരത്തിന് വന്ന രാജാക്കന്മാരെ എല്ലാം ജയിച്ച് മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് വിദർഭ രാജകുമാരിയെ വിവാഹം കഴിച്ചു. പാണ്ഡ്യരാജാവിന് വിദർഭ രാജകുമാരിയിൽ 7 പുത്രന്മാരും അസിതേക്ഷണ എന്നൊരു പുത്രിയും ഉണ്ടായി. അസിതേക്ഷണ വ്രതനിഷ്ഠയോട് കൂടിയവൾ ആയിരുന്നു. അവളെ അഗസ്ത്യമുനി വിവാഹം കഴിച്ചു. അവളിൽ ദൃഢച്യുതൻ എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിന് യുത്മവാഹൻ എന്നൊരു പുത്രനും ഉണ്ടായി. രാജർഷിയായ മലയധ്വജൻ രാജ്യത്തെ 7ആയി വിഭജിച്ച് തന്റെ 7 പുത്രന്മാർക്കും ഏൽപ്പിച്ചു കൊടുത്തിട്ട് തപസ് ചെയ്യാനായി മലയപർവ്വതത്തിലേക്ക് പോയി. പുത്രന്മാരെയും കൊട്ടാരത്തെയും ഉപേക്ഷിച്ച് വിദർഭ രാജകുമാരി ഭർതൃശുശ്രൂഷയ്ക്കായി മലയധ്വജനെ അനുഗമിച്ച് വനത്തിലേക്ക് പോയി. മലയധ്വജൻ ആത്മാവിൽ നിന്ന് അന്യങ്ങളായ സകല ചിന്തകളിൽ നിന്നും വിരമിച്ചു. പരബ്രഹ്മത്തിൽ തന്നെയും തന്നിൽ പരബ്രഹ്മത്തെയും കണ്ടു. താൻ ബ്രഹ്മമാണെന്ന് ബോധമാകുന്ന ജ്ഞാനത്തെയും ഉപേക്ഷിച്ച് അദ്ദേഹം പരബ്രഹ്മതത്വത്തിൽ ലയിച്ച് മുക്തനായി തീർന്നു. വിദർഭ രാജകുമാരി വിറക് കൊണ്ട് വലിയൊരു ചിതയുണ്ടാക്കി ഭർത്താവിന്റെ ശരീരത്തെ അതിൽ എടുത്തു വെച്ച ശേഷം അഗ്നിയിൽ ചാടി മരിക്കാൻ നിശ്ചയിച്ചു. പുരഞ്ജനന് ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് കരയുന്ന രാജ്ഞിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജകുമാരി, ഭവതി ആരാണ്? ആരുടെ മകളാണ്? ആരെക്കുറിച്ച് ദുഃഖിക്കുന്നുവോ? ആ മലയധ്വജൻ എന്ന രാജാവ് നിന്റെ ആരാണ്? ആദ്യകാലത്ത് ആരോടൊന്നിച്ച് വളരെ കാലം സുഖമായി കഴിഞ്ഞിരുന്നുവോ? ആ സുഹൃത്തായ എന്നെ നീ ഓർമ്മിക്കുന്നുണ്ടോ? എന്നെ ഉപേക്ഷിച്ച് നീ ഭൂമിയിൽ രണ്ടുപേരും മാനസ സരസിലെ 2 ഹംസങ്ങളായിരുന്നു. ആയിരക്കണക്കിന് സംവത്സരങ്ങൾ നമ്മൾ വിട്ടുപിരിയാത്ത കൂട്ടുകാരായി പ്രത്യേകം വാസസ്ഥാനമൊന്നുമില്ലാതെ ജീവിച്ചു. ആ കാലത്ത് നീ ശാരീരിക സുഖങ്ങളിൽ ആസക്തനായി എന്നെ ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്നു. അങ്ങുമിങ്ങും തുറ്റിത്തിരിഞ്ഞ് ഏതോ ഒരു സ്ത്രീ നിർമ്മിച്ച ഒരു കൊട്ടാരം കണ്ടെത്തി. 5 പൂന്തോട്ടങ്ങളോടും 9 ഗോപുരങ്ങളോടും ഒരു കാവൽക്കാരനോടും കൂടിയതും 3 ചുറ്റുമതിലുകളും 6 തരം കച്ചവട സംഘം താമസിക്കുന്നതുമായിരുന്നു ആ കൊട്ടാരം. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാണ് 5 പൂന്തോട്ടങ്ങൾ. 9 ഇന്ദ്രിയങ്ങളാണ് ഗോപുരങ്ങൾ. അഗ്നി, ജലം, ഭൂമി എന്നിവയാണ് ചുറ്റുമതിലുകൾ. കാത്, ത്വക്ക്, കണ്ണ്, നാവ്, മൂക്ക് എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങളും. മനസ്സുമാണ് 6 വിധ കച്ചവട സംഘങ്ങൾ. വാക്, പാണി, പാദം, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളാണ് അങ്ങാടിത്തെരുവുകൾ. പഞ്ചഭൂതങ്ങളാണ് പ്രാകൃതിക ഉപാദാന വസ്തുക്കൾ. സ്ത്രീ നായകത്വത്തോട് കൂടിയത് എന്നാൽ ബുദ്ധിക്ക് അധീനമായത് എന്നാണ് അർത്ഥം. ബുദ്ധിക്ക് അടിമപ്പെട്ടുകൊണ്ട് ആ കൊട്ടാരത്തിൽ അതായത് ആ ശരീരത്തിൽ പ്രവേശിച്ച ജീവൻ തന്റെ വാസ്തവ സ്വരൂപത്തെ
അതായത് താൻ ആത്മാവാണെന്ന പരമാർത്ഥത്തെ മറക്കുന്നു. നീ ആ കൊട്ടാരത്തിൽ അതിന്റെ സ്വാമിനിയാൽ കീഴടക്കപ്പെട്ടവനായി അവളോടൊന്നിച്ച് സുഖിച്ചുകൊണ്ട് ആത്മസ്വരൂപത്തെ മറന്നു. അവളോടുള്ള ദുസ്സംഗത്താൽ ഈ ദയനീയ അവസ്ഥയിൽ എത്തിച്ചേർന്നു. നീ വിദർഭ രാജകുമാരിയല്ല, മലയധ്വജന്റെ ഭാര്യയുമല്ല. 9 ഗോപുരങ്ങളോടുകൂടിയ കൊട്ടാരത്തിൽ പുരഞ്ജനിയാൽ തടവുകാരനാക്കപ്പെട്ട പുരഞ്ജനനുമല്ല. മായ കൊണ്ടാണ് സ്ത്രീ പുരുഷൻ എന്ന തോന്നൽ ഉണ്ടാവുന്നത്. നീ പുരുഷനുമായിട്ടില്ല, സ്ത്രീയുമായിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഹംസങ്ങളാണ്. ഞാൻ തന്നെ നീ, നീ തന്നെ ഞാൻ. ജ്ഞാനികൾ നമ്മൾ തമ്മിൽ അല്പം പോലും ഭേദത്തെ കാണുന്നില്ല. ഒരാൾ സ്വന്തം ശരീരത്തെ കണ്ണാടി കാണുമ്പോൾ നോക്കുന്നവനും കാണപ്പെടുന്നവനും എങ്ങനെ ഒന്നാണോ, അതുപോലെ നമ്മൾ രണ്ടുപേരും തമ്മിലും ഒരു വ്യത്യാസവുമില്ല. മാനസ സരസിലെ ഹംസമാകുന്ന ജീവൻ മറ്റേ ഹംസത്താൽ, അതായത് ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ടതോടുകൂടെ സ്വരൂപാനന്ദത്തിൽ സ്ഥിതനായി തീർന്നു. തന്റെ സ്നേഹിതനെ വിട്ടുപോകുന്നതിനാൽ നഷ്ടപ്പെട്ട ഞാൻ ബ്രഹ്മമാകുന്നു എന്ന ജ്ഞാനത്തെ വീണ്ടും നേടുകയും ചെയ്തു. ഈ കഥയുടെ താത്വിക സ്വരൂപം പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാചീന ബർഹിസ് നാരദനോട് അപേക്ഷിച്ചു. പുരുഷൻ, അതായത് ജീവനാണ് പുരഞ്ജനൻ. കർമ്മങ്ങളെ കൊണ്ട് ജീവൻ തനിക്ക് താമസിക്കാൻ പറ്റിയ ശരീരങ്ങളെ ജനിപ്പിക്കുന്നതിനാലാണ് പുരഞ്ജനൻ എന്ന പേരുണ്ടായത്. അവിജ്ഞാതൻ എന്ന സുഹൃത്ത്, അറിയാൻ കഴിയാത്തവൻ എന്ന പേര് പറയപ്പെട്ട സ്നേഹിതൻ ഈശ്വരനാണ്. മനുഷ്യ ശരീരത്തെയാണ് പുരഞ്ജനന്റെ കൊട്ടാരമായി പറഞ്ഞത്. ശരീരത്തിൽ താനെന്നും തൻ്റേതെന്നുള്ള തോന്നലിനെ ഉണ്ടാക്കി തീർക്കുന്ന ബുദ്ധിയെയാണ് പുരഞ്ജനി എന്ന് പറയുന്നത്. ബുദ്ധിയെ ആശ്രയിച്ചാണ് ശരീരത്തിൽ ജീവൻ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടിയ 10 ഇന്ദ്രിയങ്ങളെയാണ് പുരഞ്ജനിയുടെ ഭൃത്യന്മാരായി പറഞ്ഞത്. 10 ഇന്ദ്രിയ വൃത്തികളെ ദാസിമാരായും പറഞ്ഞു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നീ 5 വൃത്തികളോടുകൂടിയ പ്രാണനെയാണ് 5 തലയുള്ള സർപ്പമായി ചിത്രീകരിച്ചത്. ബുദ്ധിവൃത്തികളെ ജീവൻ തൻ്റെതായി അഭിമാനിക്കുന്നതിനെയാണ് പുരഞ്ജനി ചെയ്യുന്നത് എല്ലാം അതേപടി അനുകരിച്ചു എന്ന് പറഞ്ഞത്. സ്വപ്നാവസ്ഥയാണ് നായാട്ട്. 10 ഇന്ദ്രിയങ്ങൾ മനസ്സ് ആണ് 11 ഭടന്മാർ. ചണ്ഡവേഗൻ എന്ന് പറഞ്ഞത് സംവത്സരത്തെയാണ്. സംവത്സരത്തിന്റെ 360 പകലുകൾ ഗന്ധർവന്മാർ, 360 രാത്രികൾ ഗന്ധർവ സ്ത്രീകൾ. രാത്രിയും പകലും കൂടിയ ദിവസങ്ങൾ മനുഷ്യന്റെ ആയുസ്സിനെ അപഹരിക്കുന്നു. ജരയെ വാർദ്ധക്യ ലക്ഷണത്തെ കാലകന്യായി പറഞ്ഞത്. മൃത്യുദേവതയാണ് ഭയൻ എന്ന യവന രാജാവായി പറഞ്ഞത്. ആദിവ്യാധികളാണ് യവന സൈന്യങ്ങൾ. ശ്രീഹരിയുടെ കീർത്തിയുടെ വർണ്ണനയാൽ 3 ലോകത്തെ ശുദ്ധീകരിക്കുന്നതും ദേവർഷിയായ നാരദന്റെ മുഖത്തിൽ നിന്നും നിർഗളിച്ചതുമായ ഈ പുരഞ്ജനോപാഖ്യാനത്തെ ഉൾക്കൊള്ളുന്നവൻ സംസാരത്തിൽ നിന്ന് മുക്തനാകും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ പുരഞ്ജനോപാഖ്യാനം കഥ പൂർണ്ണമായിട്ടും ചുരുങ്ങിയ വേളയിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇരുന്ന് വെറുതെ ചെവി കൊടുത്താൽ മതി. അത്രേ, ഒരു എന്താ പറയണ്ടേ, തടസ്സവും ഇല്ലാതെ അങ്ങനെ കേട്ടിരുന്ന് നമുക്ക് ആ കഥ മുഴുവൻ എന്തായാലും ചുരുങ്ങിയ സമയത്ത് തന്നെ അത് വേണ്ട പോലെ സമയത്ത് എത്തിച്ചു. അത് വലിയൊരു ഭാഗ്യം തന്നെ. ശരിക്കും ഓരോ അധ്യായം തന്നെ പറയുന്നത് ആ അധ്യായത്തിലെ മാത്രം വിഷയങ്ങളാണ് എങ്കിൽ പോലും ഇത് അതിനൊരു അനൗചിത്യം ഒട്ടും തോന്നിയില്ല എന്ന് പറയാം. കാരണം അത്ര ഭംഗിയായിട്ടാണ് അതിങ്ങനെ
വരികളിലൂടെ നമ്മളുടെ കാതുകളിലേക്ക് എത്തിച്ചത്. വളരെയധികം സന്തോഷം. എന്തായാലും ഇനിയും ഇതുപോലെയുള്ള ഭാഗവതോപാസനയും അതുപോലെ തന്നെ അമ്മയ്ക്ക് ധാരാളം കഥകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ, ഭാഗവതം വായിക്കാനും അതുപോലെ തന്നെ കീർത്തനങ്ങൾ ചൊല്ലാനും ഒക്കെയുള്ള ധാരാളം സത്സംഗങ്ങൾ ഗുരുവായൂരപ്പൻ കൊണ്ട് തരട്ടെ. അതിന് വേണ്ടതായിട്ടുള്ള ആരോഗ്യം കൊടുക്കട്ടെ. അല്ലേ, അമ്മമാർക്കൊക്കെ ആരോഗ്യം വേണം, എന്നാലേ അവരെ ഒരിക്കലും അവർക്ക് മനസ്സിന് കിട്ടിയാൽ മതി. ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിലും കുഴപ്പമില്ല, മനസ്സിനാണ് വേണ്ടത്. അല്ലേ, ഉറപ്പ് ഉണ്ടായാൽ മതി. ഗുരുവായൂരപ്പനാണ് എന്നെ കൊണ്ടുവരും ജയിക്കുന്നത് എന്നുള്ളൊരു ഉറപ്പ് ഇടപെടാതെ, കാരണം ഇത്രയും ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഉത്സാഹത്തോടു കൂടിയൊക്കെ നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കണ്ണന്റെ കാരുണ്യമാണ്. ആ കാരുണ്യം ഇനിയും ഒട്ടും കുറവില്ലാതെ ഗുരുവായൂരപ്പൻ അത് നൽകണേ എന്ന് നമുക്കെല്ലാവർക്കും ഈ ഒരു സമയത്ത് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു.